ഹലോ ഫ്രണ്ട്സ്, വെള്ളുനാടൻ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തേക്കൊക്കെ പോയി. നമ്മുടെ മുത്തുമണി സ്കൂളില്ലാത്ത കാരണം അവർ വന്നിട്ടില്ല കേട്ടോ. നല്ല ഉറക്കമാണ്. അമ്പലം പോയി വന്നപ്പോൾ നമ്മുടെ മുത്തുമണീസ് എഴുന്നേറ്റുണ്ടായിട്ടോ. അപ്പോൾ നമ്മൾ അവരെ കുളിപ്പിച്ച് കൊടുത്തപ്പോൾ കാശിക്കൂട്ടൻ വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ പഴം പുഴുങ്ങി വേഗം കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ പാത്രം കഴുകാൻ പോയി. അമ്മ പോയിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് പോയായിരുന്നു കേട്ടോ. ഏട്ടനും പണിക്ക് പോയി, അമ്മയും പണിക്ക് പോയി. അതിന് ശേഷം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി നേരെ നമ്മൾ പോയത് പിന്നെ ഉപ്മാവ് ഉണ്ടാക്കാനാണ് കേട്ടോ. കാശിക്കൂട്ടനും വിശപ്പ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ആളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കി. സേമിയ ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ പിള്ളേർ വിശക്കണമെന്ന് പറയുന്നത് കേട്ടോ. നമ്മളൊന്ന് അമ്പലം പോയിട്ട് വരുമ്പോഴേക്കും നമ്മളത് ഉണ്ടാക്കി കൊടുക്കാൻ നേരം വൈകി കേട്ടോ. പിള്ളേർ സ്കൂളിൽ പോകുമ്പോഴേക്കും നേരത്തെ കഴിക്കണതല്ലേ, നല്ല നേരം വൈകി. ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ പിള്ളേർക്ക് കളിക്കാനും പോവാൻ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ആയി. ഞാനും പിള്ളേരിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ കാശിക്കൂട്ടനെ ഉപ്മാവിൽ എന്തോ ഇഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു വിശക്കല്ലേ, ഇങ്ങനെ കഴിക്കി കുറച്ചെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ് നമ്മുടെ കാശിക്കൂട്ടൻ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ കണ്ണനെ നേരെ സ്കൂളിലേക്ക് ആക്കാൻ പോയിട്ട് അവന് പാട്ടിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ റോട്ടിലേക്ക് ആക്കി കൊടുക്കാൻ പോയി കേട്ടോ. അവൻ പോവാന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു വേണ്ടടാ കണ്ണാ, ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് ആക്കി തരാൻ പറഞ്ഞു. ആക്കി കൊടുത്തു. കണ്ണനെ ആക്കി വന്നിട്ട് നമ്മൾ നേരെ അലക്കാൻ നിന്നു കേട്ടോ. തുണികളൊക്കെ അലക്കി ഉണക്കി. നമ്മുടെ കാശിക്കൂട്ടൻ അങ്ങനെ വന്നതും കളിക്കാൻ പോയി കേട്ടോ. പിന്നെ കുറേ കഴിഞ്ഞാൽ വന്നത്. കറി വയ്ക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. വെണ്ടക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ വെണ്ടക്കായ കൊണ്ട് സാമ്പാർ വയ്ക്കുക വിചാരിച്ചു. പരിപ്പും വെണ്ടക്കായും തക്കാളി കൊണ്ട് സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് എന്തെങ്കിലും രണ്ടാമത് വേണമല്ലോ. അപ്പോൾ നമ്മൾ ബീൻസാണ് പിന്നെ ഇതിന്, അതുകൊണ്ട് ഒരു ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. തേങ്ങയില്ലാതെ എന്ത് സാമ്പാർ. അപ്പം നമ്മൾ തേങ്ങയൊക്കെ പൊളിച്ചു. മടള്ളേ കെട്ടി വെച്ചേക്കണ ഒരു തുണിയാണ് കേട്ടോ. അതിൻ്റെ പിടി പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കെട്ടി വെച്ചിരുന്നില്ലെങ്കിൽ അത് കൊള്ളും നമ്മുടെ കയ്യിൽ. തേങ്ങയൊക്കെ പൊളിച്ച് വെട്ടുമ്പോഴേ നേരത്തെ വെള്ളം കുടിക്കും. നമ്മുടെ അപ്പുറത്ത് നമ്മുടെ കാശിക്കൂട്ടൻ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കാശിക്കൂട്ടൻ വെട്ടിക്കഴിഞ്ഞ് ഞാൻ വെള്ളം കുടിച്ചതിന് ശേഷം കാണുന്നത്. കാശിക്കൂട്ടൻ അത് കഴിഞ്ഞ് നല്ല തല്ലായിരുന്നു എൻ്റെ അടുത്ത്. അമ്മ എനിക്ക് തരാണ്ട് കുടിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ തേങ്ങയ്ക്ക് ചിരവി കേട്ടോ. അമ്മയ്ക്ക് പണി അടുത്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെയിലത്ത് അമ്മയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ഞാൻ വേഗം പിടിച്ചിരുത്തി ബുക്കിരുന്ന് കുറച്ച് നേരം ഇരുന്ന് പഠിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ വെണ്ടക്കായൊക്കെ വറുത്തു. സാമ്പാർ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വെണ്ടക്കായൊക്കെ വറുത്ത് കൂട്ടത്തിൽ നമ്മൾ തേങ്ങയൊക്കെ വറുത്തു. വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വെന്തു കിട്ടും. അതിന് നമുക്ക് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ വറുത്തിട്ടു കേട്ടോ കറി. അപ്പോൾ നമ്മുടെ ബീൻസ് ഉപ്പേരി എടുത്ത് അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ച് ആവുന്ന ഞാൻ അമ്മേനെ കുറേ നേരം നോക്കി കേട്ടോ. അമ്മേനെ കാണാനേ ഇല്ല. അപ്പോൾ അമ്മയ്ക്ക് ഒരു നേരം പണി. അപ്പോൾ നമ്മുടെ ഉപ്പേരിക്കായിട്ടും ഒരു നേരം പണിയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും പിള്ളേരിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരിരുന്ന് ഇഡ്ഡലി കഴിക്കണതേ നമ്മുടെ അമ്മയ്ക്ക് കിട്ടതിൻ്റെ പകുതി കുറച്ച് നമ്മുടെ പിള്ളേർക്ക് കൊടുന്നു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിരുന്നിട്ട് അവർ കഴിച്ചു. ഞാനിത് ഉണ്ടാക്കി ചോറ് ഇരുന്ന് കഴിച്ചു കേട്ടോ. നമ്മുടെ കുഞ്ഞു ഫാമിലീനെ ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.